നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അടയ്ക്കാത്തോട് കരിയങ്കാപ്പിലാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ സ്ഥിരമായി പുലി സാന്നിധ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഇങ്ങനെ ആൾതാമസമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകൾ കാട് മൂടിക്കിടക്കുന്നതാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുവാനുള്ള കാരണമെന്നും ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാടുകൾ വെട്ടിത്തെളിക്കുക മാത്രമാണെന്നുമുള്ള മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ കൈയൊഴിയുകയാണ് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. കരിയങ്കാപ്പ് മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ സ്ഥാപിച്ച CCTVയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞതിനെ തുടർന്ന് വനം വകുപ്പിന്റെയും ദ്രുതകർമ്മസേനയുടെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആളൊഴിഞ്ഞ കാടുമൂടിയ പറമ്പുകൾ പുലിത്താവളമാണെന്ന് കണ്ടെത്തിയത്. ഇതോടെ മേഖലയിൽ പുലിശല്യം കൂടിയതിനു പിന്നിൽ ജനവാസമില്ലാത്ത കാടുമൂടിയ സ്വകാര്യ പറമ്പുകളാണെന്ന് വനം വകുപ്പ് ചൂണ്ടിക്കാട്ടിയതോടെ കാടുമൂടിയ ഇടങ്ങൾ ഉടൻ വൃത്തിയാക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പുലിയുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞ റബ്ബർ തോട്ടവും അതിനോട് ചേർന്നുള്ള മറ്റ് കൃഷിയിടങ്ങളും വന്യജീവികൾക്ക് സുരക്ഷിതമായി ഒളിച്ചിരിക്കുവാൻ പാകത്തിലാണ് നിലവിലുള്ളത്. എന്നാൽ കാട് വെട്ടിത്തെളിച്ചതുകൊണ്ട് മാത്രം പ്രദേശത്തെ പുലിശല്യം അവസാനിക്കില്ലെന്നും വനം വകുപ്പ് മറ്റ് നടപടികൾ കൂടി കൈക്കൊള്ളണമെന്നും പ്രദേശവാസികളായ കൊല്ലിയിൽ മാത്യു, അനൂപ് എന്നിവർ ട്രൂത്ത് വിഷനോട് പറഞ്ഞു. ഇപ്പോൾ ക്യാമറ വെച്ചതിൻ്റെ ശേഷം 2-3 പ്രാവശ്യമായിട്ട് കണ്ടു ലൈവായിട്ട്. പിന്നെ പുലി ഈ തോട്ടത്തിൽ കൂടെ ഇങ്ങോട്ട് പിന്നെ ആൾക്കാർ താമസിക്കുന്ന ഭാഗത്തേക്ക് നീങ്ങുന്നത്. ഈ വനം വകുപ്പ് പറയുന്നത് കാടുള്ളത് കൊണ്ടാണ് പുലി ഇങ്ങോട്ടേക്ക് ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്നാണ് പറയുന്നത്. കാട് വെട്ടി ഈ പറമ്പിലെ കാട് വെട്ടി തെളിച്ചില്ലേലും വനം ഇവിടെ ഉള്ളത്തോളം കാലം പുലി ഇറങ്ങും, കടുവായി ഇറങ്ങും, കാട്ടുപന്നി ഇറങ്ങും, വന്യമൃഗങ്ങളെല്ലാം ഇറങ്ങും. കാരണം വന്യമൃഗ സങ്കേതം ഇവിടെ അടുത്താണ്. അത് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ചെയ്യുമല്ലാതെ വേറെ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും അവർ പിന്നെ വന്ന് കാവലിരുന്നുകൊണ്ട് ക്യാമറ വെച്ചുകൊണ്ടൊന്നും ഒരു കാര്യം. പുലി ഉണ്ടെന്നുള്ളത് 100% സത്യമായിട്ട് തെളിഞ്ഞു. ഈ ക്യാമറ തെളിഞ്ഞില്ലായിരുന്നെങ്കിൽ തെളിവില്ല. ഇതിപ്പോൾ മനുഷ്യരുടെ എന്നെ കഴിഞ്ഞ മഴക്കാലത്തൊരു 10-15 രൂപ 15,000 രൂപ കിട്ടുന്നൊരു ആട്ടുമൂട്ടനെ പിടിച്ചുകൊണ്ട് പോയി. പിന്നെ അവരെ കാണിച്ചു കൊടുക്കാൻ തെളിവില്ലാണ്ടായി പോയി. അത് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ തോട്ടിലും കാട്ടിലുമായിട്ട് അതിൻ്റെ അസുഖങ്ങളൊക്കെ കുറേ പട്ടികടയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാണൂല. എവിടെയെങ്കിലും പാലയുടെ ഉള്ളിലേക്ക് നമുക്ക് ഇവർക്ക് തെളിവ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒന്നല്ലെങ്കിൽ ജലം കാണിച്ചു കൊടുത്താലേ അവർ അംഗീകരിക്കുകയുള്ളൂ. മൃഗങ്ങളെ കാണാതാകലും പട്ടിയെ കാണാതാകലും സ്ഥിരമുള്ളതാണ്, വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. ഈ ഒരെണ്ണം തന്നെയൊന്നും അല്ല. ക്യാമറ സ്ഥാപിച്ചതിന് തൊട്ട് അങ്ങോട്ട് വനമാണ്, മണത്തല സെക്ഷൻ ഫോറസ്റ്റിന്റെ വനമാണ്. ഇവിടെ ഏക്കർ കണക്കിന് ഈ ജനവാസത്തിന്റെ നടുക്കാട്ടാണുള്ളത് ആ വനം. ഇപ്പൊ ജനങ്ങള് തെളിച്ചാൽ പോലും അതിനകത്ത് പാർക്കൂലോ. അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ വനവകുപ്പ് ഏറ്റെടുക്കണം. അല്ലാതെ ഇപ്പം നമ്മളെ തലയിലോട്ട് കെട്ടിവെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത്? അത് വനവകുപ്പിൻ്റെ ഉത്തരവാദിത്വം. നമ്മൾ വെട്ടിത്തെളിച്ചാൽ വീണ്ടും മൃഗങ്ങൾ ഇറങ്ങി വരുമെന്ന് എന്താ ഉറപ്പുള്ളത്? ഇതേപോലെ തന്നെ കൊട്ടിയൂർ, കാക്കങ്ങാട്, പൊയ്യമല ഇന്ന സ്ഥലങ്ങളിലൊക്കെ കടവുകൾ പുലികൾ ഇറങ്ങി വന്നേക്കുന്നതാണ്. അവിടെയൊക്കെ വെട്ടിത്തെളിച്ച് പറമ്പുകളൊക്കെ കൃഷിത്തോട്ടമൊക്കെ നല്ല വൃത്തിയായി കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതേസമയം കരിയങ്കാപ്പിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടുവാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കേളകം പഞ്ചായത്ത് ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും നിരന്തരമായ ഇടപെടലുകൾക്ക് ശേഷമാണ് ആറളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് അതിർത്തി പങ്കിടുന്ന പ്രദേശമായ അടയ്ക്കാത്തോട് കരിയങ്കാപ്പ് മേഖലയിൽ വനം വകുപ്പ് കൂട് സ്ഥാപിക്കുവാൻ തീരുമാനമായത്. നിങ്ങളെല്ലാവരും കണ്ടതുപോലെ കഴിഞ്ഞ 2-ാം തീയതി, 15-ാം തീയതി, 18-ാം തീയതി പോലെയുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ അടയ്ക്കാത്തോട് മേഖലയിലെ ജനവാസ മേഖലകളിൽ ഉൾപ്പെടെ പുലിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ദൃശ്യങ്ങൾ പ്രൈവറ്റ് ക്യാമറകളിൽ പതിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടന്ന ജനങ്ങളുമായിട്ടുള്ള സംവാദത്തിൽ അവസാനം അവരവിടെ കൂട് സ്ഥാപിക്കുക എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ടെക്നിക്കൽ കമ്മിറ്റി അടിയന്തിരമായി 19-ാം തീയതി
2:30 ഓൺലൈനായി ചേരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും ആ ടെക്നിക്കൽ കമ്മിറ്റിക്കകത്ത് അതിശക്തമായി ആ പ്രദേശത്തെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി സ്ഥാപിക്കുന്ന വിധത്തിലേക്ക് ആ കമ്മിറ്റിക്കകത്തുള്ള ഭൂരിപക്ഷം ആളുകളുടെ വിയോജിപ്പിനെ മറികടന്നുകൊണ്ട് MLA അടക്കമുള്ള ആളുകൾ CCFുമായി അടക്കം ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് പുലിയെ പിടിക്കുന്നതിനുള്ള കൂട് സ്ഥാപിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. പറമ്പുകളിലെ കാടുകൾ വെട്ടിത്തെളിച്ചും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതുകൊണ്ട് മാത്രം തീരാവുന്നതാണോ ഇവിടുത്തെ വന്യമൃഗശല്യം? ഇനി ഇതൊക്കെ ചെയ്തിട്ടും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയാൽ എന്ത് ന്യായീകരണമാണ് വനം വകുപ്പിന് ഇവിടുത്തെ ജനങ്ങളോട് പറയാനുണ്ടാവുക? അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര, ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.